ഫ്രണ്ട്സ്, എന്താണ് ഡിമാറ്റ് അക്കൗണ്ട്? ഈ ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഇങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് രണ്ടും സെയിം ആണോ? എങ്ങനെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം? ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തതാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് ഡിമാറ്റ് അക്കൗണ്ട്, എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്, എങ്ങനെ നമുക്ക് ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രേഡ് ടോക്സിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കംപ്ലീറ്റ് പഠിക്കുന്ന ഈ ഒരു വീഡിയോ സീരീസിലേക്ക് വെൽക്കം. ഈ ഒരു വീഡിയോ സീരീസിൻ്റെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് വീഡിയോയിലോട്ടാണ് നമ്മൾ പോകുന്നത്. എന്താണ് ഒരു ഡിമാറ്റ് അക്കൗണ്ട്? അതിനു മുൻപ് ഈ ഒരു വീഡിയോ സീരീസിൻ്റെ എല്ലാ വീഡിയോസും ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇവിടെ ഐ ബട്ടണിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പോയിട്ട് ചെക്ക് ചെയ്ത് എല്ലാ വീഡിയോസും എടുത്ത് റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ട്രേഡ് ചെയ്ത് മുന്നേറുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട് ടുഡേസ് ടോപ്പിക്. സോ ഇന്നലെ ഇട്ട വീഡിയോയ്ക്കൊക്കെ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് കണ്ടത്. ബേസിക്സ് ആണ് നമ്മൾ ആദ്യത്തെ 2 ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ബേസിക്സിൽ നിന്നാണ് നമ്മൾ അഡ്വാൻസ് ലെവൽ ടോപ്പിക്കിലോട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫ്യൂച്ചർ ഓപ്ഷൻസ്, ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ. അപ്പോൾ ബേസിക്സ് ഫണ്ടമെന്റൽസ് പ്രോപ്പർ ആയാൽ മാത്രമേ നമുക്ക് ഹൈ ജമ്പും ലോങ് ജമ്പും ഒക്കെ ചാടാനായിട്ട് പറ്റത്തുള്ളൂ. സോ നിങ്ങളുടെ ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആക്കാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത്. ബേസിക്സ് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പോയിന്റ്സും നമ്മൾ ആ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ, എന്താണ് ഡിമാറ്റ് അക്കൗണ്ട്? സോ ഡിമാറ്റ് അക്കൗണ്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ഡിമാറ്റ് അക്കൗണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം. എന്താണ്? നമ്മുടെ സ്റ്റോക്സിനെ ഡീമെറ്റീരിയലൈസ് ചെയ്ത്, അതായത് ഡിജിറ്റൽ ഫോമിലാക്കി സേവ് ചെയ്ത് വെക്കാൻ ഉള്ള ഒരു സ്ഥലമാണ് എന്ത്? ഡിമാറ്റ് അക്കൗണ്ട്. നമുക്കെല്ലാവർക്കും എന്തുണ്ട്? നമുക്കെല്ലാവർക്കും ബാങ്കിൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അല്ലേ? സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമുക്ക് എല്ലാ ആളുകൾക്കും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഇന്ത്യയിൽ റെസിഡൻ്റ് ആയ എല്ലാ ആളുകൾക്കും എന്തുണ്ട്? ഒന്നല്ലെങ്കിൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഉണ്ടാകും. സോ ഇതിൽ നിന്ന് നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും? ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഫൈൻ, ട്രേഡിംഗ് അക്കൗണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യണം? ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഇത് എവിടെ ഓപ്പൺ ചെയ്യണം? ഇതൊരു ബ്രോക്കറിൻ്റെ അടുത്താണ് നമ്മൾ എന്ത് ഓപ്പൺ ചെയ്യുന്നത്? ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് ആവശ്യം ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ കുറിച്ചിട്ട്, അതായത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരാൾക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇല്ല, NRI അക്കൗണ്ടോ NRO അക്കൗണ്ടോ ഒക്കെ ആണെങ്കിൽ പ്രോസസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ട്രേഡ് ടോക്സ് ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പലരും എന്ത് ചെയ്യുന്നുണ്ട്? ഈ NRI സ്റ്റാറ്റസോ അല്ലെങ്കിൽ കാനഡയിലോ യൂറോപ്പിലോ ദുബായിലോ ഒക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും? നാട്ടിൽ വൈഫിൻ്റെയോ കുട്ടികളുടെയോ ഒക്കെ പേരിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. സോ കൃത്യമായിട്ടുള്ള നോമിനി വെക്കാൻ പോലും ഇവരാരും തയ്യാറാകാറില്ല. കാരണം എന്തെങ്കിലും ഒരു പ്രോബ്ലം പറ്റിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്സും ഈ ഫണ്ടുകളും ഒക്കെ ബ്ലോക്ക് ആകുകയും വളരെ വലിയ പ്രോബ്ലം അവർ ഫേസ് ചെയ്യുകയും ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മണിയാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ NRIയോ NRO ആണെങ്കിൽ നിങ്ങളുടെ പേരിൽ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്, വീട്ടുകാരുടെ പേരിലൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു റിസ്ക് എലമെൻ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെ ഓപ്പൺ ചെയ്താൽ പോലും കൃത്യമായിട്ട് നോമിനി വെക്കാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ NRI NRO ക്ലയൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ട്രേഡ് ടോക്സിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന NRI NRO ട്രേഡിംഗ് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യാനായിട്ട് ട്രേഡ് ടോക്സ് ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് കോമൺ ഏരിയയിലേക്ക് പോകാം. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉള്ള ഒരു വ്യക്തി ഒരു ബ്രോക്കറിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നു? ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ഇതിന് വേണ്ടിയിട്ട് അവർക്ക് പാൻ കാർഡ് വേണം. ഫൈൻ, പാൻ കാർഡ് വേണം. അതുപോലെ തന്നെ ആധാർ കാർഡ് വേണം. ദെൻ പിന്നെ എന്ത് വേണം? ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, 6 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. എന്തിനാണ് 6 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്? ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 6 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം. അതിനുശേഷം ബാങ്ക്
പ്രൂഫ് വേണം. എന്താണ് ബാങ്ക് പ്രൂഫ്? നിങ്ങളുടെ പേരിൽ കൃത്യമായിട്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫാണ്. അതായത് നിങ്ങളുടെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള ഒരു ചെക്ക് ക്യാൻസൽഡ് ചെക്കാക്കി കൊടുത്താലോ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഒരു ബാങ്ക് പ്രൂഫായിട്ട് അക്കൗണ്ട് ഓപ്പണിങ്ങിന് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ വേണം? ഇനി നിങ്ങൾക്ക് വേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു ഫോട്ടോ വേണം. നിങ്ങളുടെ ഒരു ഫോട്ടോ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു മൊബൈൽ നമ്പർ വേണം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കൊടുക്കേണ്ടി വരും? ഒരു ഇമെയിൽ ഐ ഡി, ഫോട്ടോ. പിന്നെ ചില ബ്രോക്കേഴ്സിൽ സിഗ്നേച്ചർ വൈറ്റ് പേപ്പറിൽ നിങ്ങളൊരു ഒരു വൈറ്റ് പേപ്പറിലിട്ട് ഫോട്ടോ എടുത്ത് നിങ്ങൾ കൊടുക്കേണ്ടി വരും. സോ ട്രേഡ് ടോക്സ് നിങ്ങൾക്ക് ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യം കൂടി ഇപ്പോൾ ചെയ്തു തരുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 100 ഓർഡേഴ്സ് 2000 രൂപയുടെ ബ്രോക്കറേജ് ഓഫർ കൂടി നമ്മളിപ്പോൾ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. സോ ഈ വീഡിയോന് താഴത്തുള്ള FIRSTOCK എന്ന് പറയുന്ന ബ്രോക്കറിന്റെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ട്രേഡ് ടോക്സിന്റെ വീഡിയോ കണ്ട് ഈ ലിങ്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2000 രൂപയുടെ ബ്രോക്കറേജ് ഓഫറാണ് കിട്ടുക. നമ്മൾ ഇനിഷ്യലി പഠിക്കുന്ന സമയത്ത് വളരെ ഫ്രീ ആയിട്ട് തന്നെ ട്രേഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കംപ്ലീറ്റ് 2000 രൂപ ഓഫർ കിട്ടുന്ന ഒരു ട്രേഡിംഗ് അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഇത്രയും ഡോക്യുമെന്റ്സും താഴെ കാണുന്ന ലിങ്കും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് FIRSTOCK എന്ന് പറയുന്ന ബ്രോക്കറിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി എന്തുണ്ട്? ഇനിയും ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട് അല്ലെ? ഡിമെറ്റീരിയൽസ് ആയിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്. സോ ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും ഇപ്പോഴത്തെ കാലത്ത് ബ്രോക്കേഴ്സ് ഒന്നിച്ചാണ് തരുന്നത്. ഇത് ഒരു ഫേസിൽ തന്നെ ഒന്നിച്ച് നിങ്ങൾക്ക് കിട്ടുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ട്രേഡിംഗ് അക്കൗണ്ട് ഒരു വെർച്വൽ ബാങ്ക് അക്കൗണ്ട് പോലെയാണ്. നിങ്ങളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ ഫണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ട്രേഡിംഗ് അക്കൗണ്ട്, അതായത് ബ്രോക്കറിന്റെ അക്കൗണ്ടിൽ നിങ്ങൾ ഫണ്ട് കീപ്പ് ചെയ്ത് അത് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ സ്റ്റോക്കുകളോ ഫ്യൂച്ചർ ഓപ്ഷൻസിലെ ട്രേഡുകളോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്ത് വേണം? പല ബ്രോക്കേഴ്സിന്റെയും ഏറ്റവും വലിയ ശാപം, ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഹിഡൻ ചാർജുകളാണ്. അവർ പിടിക്കുന്ന ചാർജുകളെ കുറിച്ച് യാതൊരു ധാരണയും യൂസേഴ്സിന് കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ FIRSTOCK അതിൽ നിന്ന് വിഭിന്നമാണ്. വളരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട്, പ്രോഫിറ്റ് ലോസ് സ്റ്റേറ്റ്മെന്റ്. പല ബ്രോക്കേഴ്സിലും നിങ്ങൾക്ക് പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കണമെങ്കിൽ ലെഡ്ജർ നോക്കണം, ഫണ്ട് ആഡ് ചെയ്ത ഡീറ്റെയിൽസ് നോക്കണം. ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരുന്നില്ല എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. സോ വളരെ കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് ലോസ് സ്റ്റേറ്റ്മെന്റ്, ചാർജസ് എത്രയാണെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പെർ ഓർഡറിന് 20 രൂപ മാത്രം ചാർജ് വാങ്ങുന്ന ഒരു ബ്രോക്കർ മാത്രമാണ് FIRSTOCK. സെറോദ ഒക്കെ വാങ്ങുന്ന സെയിം ചാർജ് തന്നെയാണ് FIRSTOCKും വാങ്ങുന്നത്. ഇതൊരു ഡിസ്കൗണ്ട് ബ്രോക്കർ കൂടിയാണ്. എങ്ങനെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡോക്യുമെന്റേഷൻ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ അത് ആവശ്യമുള്ള ആളുകൾ അത് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നതാണ്. സോ ഈ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ കൂടെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് കൂടി നിങ്ങൾക്ക് കിട്ടുകയാണ്. ഈ ഡിമാറ്റ് അക്കൗണ്ടിലാണ് നിങ്ങളൊരു സ്റ്റോക്ക് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോക്സ് കിടക്കുന്നത് എവിടെയാണ്? ഡിമാറ്റ് അക്കൗണ്ടിലാണ്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു ഡിമാറ്റ് അക്കൗണ്ടിൽ കിടക്കുന്ന സ്റ്റോക്സ് ആരാണ് ഹോൾഡ് ചെയ്യുന്നത്? ബ്രോക്കർ അല്ല അത് ഹോൾഡ് ചെയ്യുന്നത്. ബ്രോക്കർ എന്ത് മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ? നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ഇടുന്ന ഈ പൈസ, ഒരു 10,000 രൂപ നിങ്ങൾ ഇടുകയാണെങ്കിൽ ഈ പൈസ കിടക്കുന്നത് ഒരു പക്ഷെ ഇവിടെയായിരിക്കാം. ഈ പൈസ ഉപയോഗിച്ച് നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് കിടക്കുന്നത് CDSLന്റെ കയ്യിലൊക്കെ ആയിരിക്കും. CDSL എന്ന് പറയുന്ന ഈ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങളായിട്ടുള്ള CDSL, NSDL എന്നുള്ള 2 ടൈം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചാണ്. അവരാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് വേണ്ടി ഡിമാറ്റ് അക്കൗണ്ടിലുള്ള സ്റ്റോക്സിനെ ഹോൾഡ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. സോ ഇനിയും നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. നമുക്ക് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഡോക്യുമെന്റേഷൻ പ്രോസസ്സിനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ ഫുള്ളായിട്ട് കാണിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് കൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഇനി നിങ്ങൾ NRO ക്ലയൻസ് ആണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ട്രേഡ് ടോക്സിന്റെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് കിട്ടും. ഇനിയും അതുമല്ല, നിങ്ങൾക്ക് സാധാ ക്ലയന്റ് ആണ്, നിങ്ങൾക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങാൻ ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം? താഴെ കാണുന്ന ട്രേഡ് ടോക്സിന്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ട്രേഡ് ടോക്സിന്റെ ടീം നിങ്ങളെ
ഹെൽപ്പ് ചെയ്യുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റോക്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളതിനാദ്യം ലിങ്ക് ഓപ്പൺ ചെയ്യുക. അതിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിലോട്ട് വരും. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ 10 ഡിജിറ്റ് മൊബൈൽ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പായിട്ട്, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ പാൻ കാർഡ് ആൻഡ് അഡ്രസ് പ്രൂഫ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിൻ്റെ ഒരു കോപ്പി നമ്മുടെ ഉണ്ടായിരിക്കണം. സൈൻഡ് ചെക്കോ നമ്മുടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് 6 മന്ത്. ഇത് നമ്മുടെ കയ്യിൽ PDF ഫയലോ അല്ലെങ്കിൽ ഫോട്ടോ പിക്ചറോ നമ്മുടെ കയ്യിൽ അതിൻ്റെ ഉണ്ടായിരിക്കണം. എന്നാലാണ് നമുക്ക് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം നമ്മളിത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ മൊബൈലിലോട്ട് അതിൻ്റെ ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. ആ OTP നിങ്ങൾ എത്രയാണോ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ കണ്ടിന്യൂ. ദെൻ നിങ്ങളുടെ ഫുൾ നെയിം എന്താണോ നിങ്ങളുടെ ഫുൾ നെയിം അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ക്ലിക്ക് കണ്ടിന്യൂ. നിങ്ങളുടെ ഒരു ഇമെയിലിലോട്ട് ഇതിനൊരു OTP പോയിട്ടുണ്ടായിരിക്കും. സോ ആ OTP എന്താണോ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. ദെൻ നിങ്ങളുടെ ബേസിക് ഇൻഫർമേഷൻ ആണ്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നിങ്ങളുടെ പാൻ നമ്പർ എന്താണോ നിങ്ങളുടെ പാൻ നമ്പർ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രിഫറൻസ് ആണ്. അതിൽ ഇക്വിറ്റി, NSE, അതുപോലെ തന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് നിങ്ങൾ രണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ മ്യൂച്വൽ ഫണ്ട് NSEയും BSE നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിനുശേഷം കണ്ടിന്യൂ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ദെൻ നിങ്ങളുടെ ബേസിക് ഇൻഫർമേഷൻ ആണ്. നിങ്ങളുടെ പേര്, മെരിറ്റൽ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഓക്യുപ്പേഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇനി നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ആദ്യം ഫസ്റ്റ് ഇതിൽ തന്നെ നിങ്ങളുടെ പേര് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോ, ലൈവ് ഫോട്ടോ നിങ്ങൾ ഇവിടെ ക്യാപ്ചർ ചെയ്യണം. അതിന് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ക്യാമറ ബട്ടൺ ഓപ്പൺ ചെയ്യുക. സോ നിങ്ങൾക്ക് ഒരു ഓപ്പൺ ആയ ശേഷം നിങ്ങൾ സെൽഫി നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അത് ക്യാപ്ചർ ചെയ്യുക. അതിനുശേഷം ബാക്കി എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക. ദെൻ നിങ്ങൾ അക്കൗണ്ട് നമ്പർ, ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യാം. ബാങ്ക് ഏത് ടൈപ്പ് ബാങ്ക് അക്കൗണ്ടാണ്, അതുപോലെ തന്നെ ബാങ്കിൻ്റെ IFSC കോഡ്, പിന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് നിങ്ങൾ വെരിഫൈ ബാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിനുശേഷം നിങ്ങൾ വെരിഫൈ ബാങ്ക് ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽസ് ഒന്നുകൂടി നിങ്ങൾ വെരിഫൈ ചെയ്യുക ഓക്കെ കൊടുക്കുന്നതിന് മുമ്പ്. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ പ്രൊസീഡ് ചെയ്യുക. ഞാൻ ഒന്നുകൂടി വെരിഫൈ ചെയ്യുകയാണ്. ദെൻ ക്ലിക്ക് ഓക്കെ കൊടുക്കുക. ദെൻ വെരിഫൈഡ് ആയ ശേഷം കണ്ടിന്യൂ. അഗെയിൻ നിങ്ങൾ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് നോമിനി ഡീറ്റെയിൽസ് ആണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ആരാണോ നിങ്ങൾ നോമിനി വെക്കുന്നത്, സോ നിങ്ങളുടെ നോമിനി ഡീറ്റെയിൽസ് ആരാണോ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആളുടെ പേര്, അതുപോലെ തന്നെ അഡ്രസ്സ്, അതിന് റിലേഷൻഷിപ്പ്, നമ്മളായിട്ട് ബന്ധം, അച്ഛനാണോ അമ്മയാണോ അല്ലെങ്കിൽ സിസ്റ്ററാണോ അല്ലെങ്കിൽ വൈഫാണോ ഹസ്ബൻഡാണോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഏതാണെന്നുള്ളത്. അതിനുശേഷം അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഹോൾഡിംഗ് 100% തന്നെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. മൾട്ടിപ്പിൾ നോമിനി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് നോമിനി എന്ന് കൊടുക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ നോമിനീസ് വെക്കാം. സോ അതിനുശേഷം അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക, വായിച്ച് നോക്കുക. ഓർഡേഴ്സും കാര്യങ്ങളും എത്ര റുപ്പീസിനാണ് എടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് സ്റ്റോക്കിന് 20 രൂപ പെർ ഓർഡർ ആണ് നമുക്ക് വരിക. അതൊക്കെ ജസ്റ്റ് നിങ്ങൾ ഒന്നും കൂടി വെരിഫൈ ചെയ്യുക.
ഇക്വിറ്റി ഓർഡറിന് എത്രയാണ് പ്രൈസ്, ഇൻട്രാഡേ ഓർഡേഴ്സിന് എത്രയാണ് പ്രൈസ്, ഡെലിവറിക്ക് എത്രയാണ് പ്രൈസ് എന്നുള്ളത് അത് കറക്റ്റായിട്ട് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, റീഡ് ചെയ്ത് നോക്കുക. അതിനുശേഷം ബാക്കിയെല്ലാം നിങ്ങൾ വായിച്ച ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ടിക്ക് ചെയ്തിട്ട് എന്താണ് നിങ്ങൾ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ദെൻ നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പാനും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു കോപ്പി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എന്താണ് ഒരു ഫോട്ടോ കോപ്പി നമ്മളിൽ ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ എന്തായാലും ഇവിടെ അപ്ലോഡ് കൊടുക്കുക. എന്താണോ നിങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്ന കോപ്പി ഏതൊക്കെയാണോ അതിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ പാൻ നമ്മൾ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം നമ്മുടെ സിഗ്നേച്ചർ നമ്മൾ എന്താണ് അപ്ലോഡ് ചെയ്യുകയാണ്. സോ പെർമനൻറ്റ് അഡ്രസ് പ്രൂഫ് നമുക്ക് ആധാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ എടുക്കുന്നുണ്ട് ഓൾറെഡി. സോ ആധാർ തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റി വെക്കാവുന്നതാണ്. സോ നമുക്ക് ആധാർ കൊടുക്കുക. അതിനുശേഷം എന്താണ് നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ കൊടുക്കുന്നത്, ഒരു പ്രൂഫിനായിട്ട് ഇൻകം പ്രൂഫിനായിട്ട് എന്താണോ കൊടുക്കുന്നത് നമ്മളവിടെ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ആധാറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് നമ്പറും നമ്മളെന്താണ് അവിടെ അപ്ലോഡ് ചെയ്യുക. സോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളൊരു 6 മന്തിൻ്റെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതായത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ആക്ടിവേറ്റ് ആവണമെങ്കിൽ നമ്മൾ ഇൻകം പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം. ഒരു ബാങ്കിൻ്റെ 6 മന്ത് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിലും അത് ഓക്കെയാണ്, അത് അവിടെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്താണ് ആധാർ നമ്പർ കൊടുത്തു. അതിനുശേഷം ഇൻകം പ്രൂഫ് നമ്മൾ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂ നമ്മൾ ക്ലിക്ക് ചെയ്യുക. സോ അതിനുശേഷം എന്താണ് ആധാറിൻ്റെ സൈറ്റിലോട്ട് പോകുമ്പോൾ ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ട് സൈന് വേണ്ടിയിട്ട് നമ്മൾ ആധാറിൻ്റെ സൈറ്റിലോട്ട് ഓപ്പൺ ആവും. അത് ജസ്റ്റ് നിങ്ങൾ സൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ സൈൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ഫസ്റ്റ് സ്റ്റോക്കിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇവിടേതായിട്ട് വരും. നിങ്ങൾ അപ്ലോഡ് ചെയ്തേക്കുന്ന ഫോട്ടോസും എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണോ ചെയ്തിരിക്കുന്നത് അതൊക്കെ വരും. അതിനുശേഷം എന്താണ് നിങ്ങൾ സൈൻ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് ഓടിച്ച് നോക്കിയിട്ട് എന്താണ് സൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ ഞാൻ ഓക്കെ കൊടുത്തു. അഗെയിൻ സോ അഗെയിൻ അത് കൊടുക്കുകയാണ്. ദെൻ ഈ ഒരു ഓപ്ഷൻ നമുക്ക് വരും, അത് ഓക്കെ നമ്മൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് എന്താണ് NSDLയുടെ നമുക്ക് ആധാർ വെരിഫിക്കേഷനായിട്ട് പോവും നമ്മുടെ. സോ അതിന് വേണ്ടിയിട്ട് നമ്മളെന്താണ് ആധാർ ഫുൾ 60 ഡിജിറ്റ് നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സെൻഡ് OTP കൊടുക്കുക. നമ്മുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഈ പ്രോസസ്സ് ഈസി ആയിട്ട് നടക്കുള്ളൂ. ആ OTP എന്താണ് അവിടെ മൊബൈലിലോട്ട് വരുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം വെരിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുക്കുക. സോ എന്താണ് ഇത്രയും സിമ്പിളാണ് എന്താണ് ഒരു ഫസ്റ്റ് സ്റ്റോക്കിൽ എന്താണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഒരു നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമുക്ക് 2 ഡേയ്സിനുള്ളിൽ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലൈൻറ്റ് ഐ ഡിയും പാസ്വേഡൊക്കെ നമുക്ക് മെയിലിൽ കിട്ടും. അതുപോലെ തന്നെ POA ഫോം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്തിട്ട് അയക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് അയക്കാവുന്നതാണ്. സോ ഇതാണ് ഇത്രയും സിമ്പിളായിട്ടാണ് ബേസിക്കായിട്ട് നമുക്ക് എന്താണ് ഫസ്റ്റ് സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാം. സിമ്പിളായിട്ട് ഈ ഒരു പ്രോസസ്സ് നമ്മൾ എന്താണ് ഫോളോ ചെയ്താൽ മാത്രം മതി.